സൗത്ത് കൊറിയയിലെ ഒരു വലിയ ഫാഷൻ കമ്പനിയുടെ ഓണറായ യുൻ സെരി ഒരു ദിവസം പാരാഗ്ലൈഡിംഗ് ചെയ്യുന്നതിനിടെ ശക്തമായ കാറ്റിൽപ്പെട്ട് ബോർഡർ കടന്ന് നോർത്ത് കൊറിയയിൽ ലാൻഡ് ചെയ്യുന്നു. അവളെ കണ്ടെത്തുന്നത് നോർത്ത് കൊറിയൻ ഓഫീസർ റീ ജോങ് ഹ്യോക് ആണ്. അവളെ സൗത്ത് കൊറിയയിലേക്ക് തിരികെ അയക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൻ അവളെ തന്റെ വീട്ടിൽ ഒളിപ്പിക്കുന്നു. പക്ഷെ ഓരോ ദിവസവും അപകടം കൂടിക്കൊണ്ടിരുന്നു. സെരിയെ സംരക്ഷിക്കാൻ ക്യാപ്റ്റൻ റീ ഒരു ഫേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ സെരിയെ തിരിച്ചയക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ പെട്രോളിംഗ് ഓഫീസേഴ്സിന്റെ മുന്നിൽ പെട്ടു. ക്യാപ്റ്റൻ റീയുടെ ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ ഒരു കിസ് കാരണം അവർ ജസ്റ്റ് മിസ്സിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ സെരിയുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ ഇല്ലാണ്ടാവുമായിരുന്നു. അവൾക്ക് കയറിപ്പോവാനുള്ള ഷിപ്പ് തൊട്ടു മുന്നിൽ വരെ എത്തിയിട്ടാണ് ഈ ഒരു ചാൻസ് മിസ്സായത്. അവിടെ പെട്രോളിംഗ് ടീമിനെ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് ഇനി ഒരു 10-15 ദിവസം കഴിയാണ്ട് ഈ പെട്രോളിംഗ് അവസാനിക്കില്ല. ഇപ്പൊ അടുത്തൊന്നും സെരിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. സെരി ആകെ വിഷമത്തിലായിരുന്നു. പിന്നീട് ഒരു ദിവസം ക്യാപ്റ്റൻ റീ തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവിടെ സെരീനെ കാണാനുണ്ടായിരുന്നില്ല. അവൾ ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇനി തിരിച്ചു പോവാനുള്ള വഴി നോക്കിക്കോളാം, ആരെയും ബുദ്ധിമുട്ടിക്കണില്ല എന്ന് എഴുതി വെച്ചിട്ട് അവൾ എങ്ങോട്ടോ പോയി. ക്യാപ്റ്റൻ റീ ഒരുവിധം അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് ഒരു കുന്നിന്റെ മുകളില്. അവിടെ സെരി ഒരു പാരാഗ്ലൈഡിംഗ് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കായിരുന്നു. കഥയിൽ ചോദ്യമില്ല, അവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ സെരി അവിടെ ഒരു പാരാഗ്ലൈഡിംഗ് സ്യൂട്ട് ഇട്ട് പറക്കാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് പറക്കുകയാണെങ്കിൽ തന്നെ ബോർഡറിനെ ലക്ഷ്യം വെച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവള് സൗത്തിൽ ലാൻഡ് ചെയ്താലും നോർത്തിൽ ലാൻഡ് ചെയ്താലും ആ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ഓൺ സൈറ്റ് ആയിരിക്കും. അത് സൗത്തിലെ ആയാലും നോർത്തിലെ ആയാലും പട്ടാളക്കാർ അവളെ വെടിവെച്ചിടും. ഇക്കാര്യം ക്യാപ്റ്റൻ റീ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവൾ അവിടെ എത്തിയപ്പോൾ അവളുടെ വോക്കി ടോക്കി യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സൗത്തിലേക്ക്. ഇക്കാര്യം ക്യാപ്റ്റൻ റീ അറിയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാവും എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ നടന്നത് ഡിറ്റക്ട് ചെയ്തിട്ട് ഓൾറെഡി മിലിറ്ററിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരവിടെ എത്തുന്നതിന് മുന്നേ രക്ഷപ്പെടാൻ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻ റീ അവളുടെ കൂടെ പാരാഗ്ലൈഡിംഗ് സ്യൂട്ടിൽ ഒരുമിച്ച് അവർ പറക്കുകയാണ് ചെയ്യുന്നത്. ഇതും വേറൊരു ലോജിക്ക് ഇല്ലാത്ത സീനാണ്. പക്ഷെ സാരില്ല, ഡ്രാമയാണല്ലോ, ആവാം. ശരി, ഒരു ദിവസം ഈ ടീം മെമ്പേഴ്സിന്റെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളിങ്ങനെ എണ്ണി പറക്കുന്നുണ്ട്, ഞാനിനി എന്ന് പോവാനാ, എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട്. ശരിയുടെ പുതിയ കണ്ടുപിടുത്താണ് ക്യാപ്റ്റൻ റീ ഒരു ലോ റാങ്കിലുള്ള ഓഫീസറാണ്. അവന് വേണ്ടത്ര പവർ ഇല്ലാത്തത് കൊണ്ടാണ് അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റാത്തതെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ശരി എത്തുന്നുണ്ട്. ക്യാപ്റ്റൻ റീക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടാനായിട്ട് എന്താ വഴിയെന്ന് ടീമിനോട് ചോദിക്കുമ്പോൾ അവരൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ റീക്ക് പ്രിഫറൻഷ്യൽ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ പ്രൊമോഷൻ ഒരു മുൻഗണന ഉണ്ടാവും. ആ പ്രിഫറൻഷ്യൽ സ്റ്റാർ കൊടുക്കുന്നത് സീനിയർ കേണൽ ആണ്. അയാളാണെങ്കിൽ ഒരു വളരെ അനുസരണയുള്ള ഒരു ഭർത്താവാണെന്നും അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി കേണലിന്റെ ഭാര്യനെ എങ്ങനെങ്കിലും കയ്യിലെടുക്കണം എന്ന് ശരി തീരുമാനിക്കുന്നുണ്ട്. അടുത്തന്നെ കേണലിന്റെ വൈഫിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിക്ക് ശരി പോയിട്ട് കേണലിന്റെ വൈഫിനെ നല്ലോണം പുകഴ്ത്തിയും, പിന്നെ അവളൊരു ഫാഷൻ കമ്പനിയുടെ ഒക്കെ ഓണർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വിവരാണല്ലോ ഇക്കാര്യത്തില്. ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ തന്നെ കേണലിന്റെ വൈഫിന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും കേണലിന്റെ വൈഫ് ഫ്ലാറ്റായി. കേണലിനോട് ജോങ്ഹ്യോക്കിന്റെ കാര്യം സംസാരിക്കാന്നും പറയുന്നുണ്ട് കേണലിന്റെ വൈഫ്. വ്യോം പറഞ്ഞിട്ട് ക്യാപ്റ്റൻ റീ അറിയുന്നുണ്ട് ശരി ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുള്ള വിവരം. അല്ല, അവളിപ്പോ അവിടേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോ ക്യാപ്റ്റന് പ്രിഫറൻഷ്യൽ സ്റ്റാർ കിട്ടണമെങ്കിൽ കേണലിന്റെ വൈഫ് വിചാരിച്ചാൽ നടക്കുമെന്ന് മനസ്സിലായിട്ടാണ് ശരി അങ്ങോട്ട് പോയെന്ന് അവൻ പറയുന്നുണ്ട്. അവന് വേണ്ടിയിട്ടാണ് അവള് പോയെന്ന് പറയുമ്പോ ആ മുഖത്തെ പ്രകാശം ഒന്ന് കാണണം. പക്ഷെ ബ്യോം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്യാപ്റ്റന് വലിയ റോളൊന്നുമില്ല, വലിയ പവർ ഒന്നുമില്ല. അപ്പോ പ്രിഫറൻഷ്യൽ സ്റ്റാർ കിട്ടി പ്രൊമോഷൻ കിട്ടിയാലെങ്കിലും അവൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കൺസേൺ കാരണമാണ് അവൾ അങ്ങോട്ട് പോയെന്ന് കേൾക്കുമ്പോ ആ സന്തോഷമൊക്കെ അതോടുകൂടി ഇല്ലാണ്ടായി. ആക്സിഡന്റ് നടത്തിക്കൊണ്ടിരുന്ന ട്രക്കിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുമായിരുന്നു ബ്യോമും ക്യാപ്റ്റനും കൂടിയിട്ട്. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്നുണ്ട്. ശരി, ഓൾറെഡി അവരുടെ കൾച്ചറായിട്ടൊക്കെ നല്ലോണം അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവള് വലിയ ക്ലാസ്സി ആണെന്ന് കാണിക്കാൻ, ഓ ഞാൻ ഈ കാര്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ ഇത് മാത്രമേ കുടിക്കുള്ളൂ അങ്ങനെയൊക്കെ പറയെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതൊക്കെ നല്ലോണം ഇഷ്ടാവുന്നുണ്ട്. ക്യാപ്റ്റൻ റീയും ടീമുമായിട്ടും നല്ല ജെല്ലായിട്ട് പോകുന്നോണ്ട് തന്നെ അവൾ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു അവിടെ. ശരി, അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നതൊക്കെ ക്യാപ്റ്റൻ റീയും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അവനും അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ഒരു ദിവസം ക്യാപ്റ്റൻ റീ സെരിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കോഫി ബീൻസ് റോസ്റ്റ് ചെയ്ത് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ കോഫി കുടിച്ചപ്പോ സെരിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. ആ ഹാപ്പിനെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ റീക്ക് ഒരു ഫിംഗർ ഹാർട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റൻ റീക്കുണ്ടോ അത് മനസ്സിലാവുന്നത്? ക്യാപ്റ്റൻ റീ ജുമ്യോക്കിന്റെ അടുത്ത് നിന്ന് ഇത് ചോദിക്കുന്നുണ്ട്. അവൻ പിന്നെ കൊറിയൻ ഡ്രാമകളുടെ വിക്കിപീഡിയ ആണല്ലോ. അവൻ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിലാണ് ഇത് കാണിക്കാന്ന് പറയുമ്പോ ക്യാപ്റ്റൻ റീ വിചാരിക്കുന്നത് ഇനി അന്ന് കിസ് ചെയ്തുകൊണ്ട് സെരി തെറ്റിദ്ധരിച്ചു കാണുമോന്നാണ്. ചോച്ചോള് സെരിയുടെ മേത്തൊരു കണ്ണ് വെക്കാനായിട്ട് മാൻബോക്കിനെ ഓൾറെഡി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പോരാണ്ട് സെരി ഡിവിഷൻ ലെവലിൽ തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുമ്പോ അങ്ങനെ ഒരാള് ഡിവിഷൻ ലെവലിൽ ഇല്ല എന്നുള്ള കാര്യം ചോച്ചോൾ അറിയുന്നുണ്ട്. സൗത്തിലേക്ക് വരാണെങ്കിൽ സെരിയുടെ അച്ഛൻ അവളുടെ രണ്ടാമത്തെ ചേട്ടന് കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അമ്മ അതിനെ എതിർക്കുന്നുണ്ട്. സെരിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യത്തില് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തീരുമാനം ഇത്ര പെട്ടെന്ന് എടുക്കണ്ടെന്നാണ് അമ്മ പറയുന്നത്. പണ്ട് എപ്പോഴോ ഒരു ബീച്ചിന്റെ അവിടെ സെരീനെ അമ്മ നിർത്തിയിട്ട് പോയിട്ട് തിരിച്ചവളെ കൊണ്ടുപോകാൻ വരാതിരുന്ന ഒരു സീൻ ഓർക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും അതൊക്കെ ആലോചിച്ച് ഒരുപാട് കുറ്റബോധമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇനിയെങ്കിലും സെരിയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് അമ്മയ്ക്ക് തോന്നിയത്. സെരിയുടെ ഇൻഷുറൻസ് ഏജന്റും അസിസ്റ്റന്റും ആണ് പിന്നെയെങ്കിലും സെരിയുടെ കാര്യത്തില് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. മൂത്ത ചേട്ടനും ഭാര്യയും കൂടിയിട്ട് അവരെ ചെന്ന് കണ്ടിട്ട് അന്വേഷണങ്ങളൊക്കെ നിർത്താനുള്ള പോലെയാണ് സംസാരിക്കുന്നത്. സെരിയുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽസും അയാൾ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്. ഫാമിലി ബിസിനസ് മാത്രമല്ല സെരിയുടെ കമ്പനിയും കൂടി എങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ് അവര് രണ്ടാളുടെയും പ്ലാൻ. ജോങ്ജുൻ നോർത്ത് കൊറിയയിൽ വന്ന് പേരൊക്കെ മാറ്റി ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം സ്യോദാൻ ജോങ് ഹ്യോക്കിന്റെ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവള് പോയിക്കൊണ്ടിരുന്ന ടാക്സി ബ്രേക്ക് ഡൗൺ ആയിട്ട് ചോങ്ജുൻ ആണ് അവൾക്കൊരു ലിഫ്റ്റ് കൊടുക്കുന്നത്. കാറിലിരുന്ന ചോങ്ജുൻ അവളോട് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്യോദാൻ വലിയ മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരി, അവിടുത്തെ വില്ലേജിലെ ലേഡീസിന്റെ ഒക്കെ ഒപ്പം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കറണ്ട് പോയി. പിന്നെ നല്ല ആൾത്തിരക്കിന്റെ ഇടയില് ശരി ഒറ്റയ്ക്ക് പെട്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇവളെ കണ്ടു കിട്ടിയില്ല. അവര് തിരിച്ചെത്തിയിട്ട് ജോങ്ഹ്യോക്കിനോട് കാര്യം പറയുമ്പോ ജോങ്ഹ്യോക്ക് പേടിച്ച് അവിടേക്ക് ഓടി വരുന്നുണ്ട്. ശരി മുന്ന് അമ്മ അവളെ ഒറ്റയ്ക്കാക്കി പോയ കാര്യം ഓർത്ത് ആ ഒരു ട്രോമയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ജോങ്ഹ്യോക്ക് ദൂരേന്ന് ഒരു കാൻഡില് പൊക്കി പിടിച്ച് അവൾക്ക് കാണുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അവനെ കണ്ടപ്പോ അവൾക്ക് വലിയ സമാധാനായി. സ്യോദാൻ ശരിക്കും ജോങ്ഹ്യോക്കിന്റെ ഫിയാൻസെയാണ്. അവളിപ്പോ അവിടേക്ക് വന്ന് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? സെരി ശരിക്കും ഡിവിഷൻ ലെവലിലെ ആളല്ല എന്നുള്ള കാര്യം ചോച്ചിയോളും അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടി എന്താവുന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഈ എപ്പിസോഡിന്റെ അവസാനത്തിൽ ഒരു എപ്പിലോഗ് കാണിക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ ഒരു ബ്രിഡ്ജിന്റെ മുകളില് സെരി സൂയിസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ ആ സമയത്ത് സ്യോദാനും ജോങ്ഹ്യോക്കും ഉണ്ടായിരുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോങ്ഹ്യോക്ക് അവളുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ചിട്ട് അവളെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടാണ് സെരീനെ വിടുന്നത്. ഓൾറെഡി ഇവര് തമ്മിൽ മുന്നേ കണ്ടിട്ടുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഡെസ്റ്റിനി പണ്ട് തൊട്ടേ ഇവരെ ഫോളോ ചെയ്യുന്ന പോലെയില്ലേ.